ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2ാം ക്ലാസ്സിലെ ഇന്റഗ്രേഷൻ ഡേ 1ലെ ഫസ്റ്റ് ടെർമിനൽ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പറാണ്. മുകളിൽ കാണിച്ചിരിക്കുന്ന കോളത്തിൽ നെയിം എന്ന ഭാഗത്ത് കൂട്ടുകാരുടെ പേരും സ്കൂൾ എന്ന് എഴുതിയിരിക്കുന്ന ഭാഗത്ത് കൂട്ടുകാരുടെ സ്കൂളിന്റെ പേരും എഴുതാൻ മറക്കില്ലല്ലോ. പ്രവർത്തനം 1, നിറം നൽകാം. സ്കൂൾ തുറന്നു. പുതിയ കൂട്ടുകാർ, പൂന്തോട്ടം, കളി ഉപകരണങ്ങൾ, പുതിയ കെട്ടിടം. മിനിക്കും കൂട്ടുകാർക്കും സന്തോഷമായി. നിങ്ങൾക്കുമില്ലേ കൂട്ടുകാർ? നിങ്ങളുടെ 2 കൂട്ടുകാരുടെ പേരെഴുതൂ. താഴെ നൽകിയിരിക്കുന്ന കോളങ്ങളിൽ നിങ്ങളുടെ 2 കൂട്ടുകാരുടെ പേരുകൾ എഴുതുകയാണ് വേണ്ടത്. ഇവിടെ 2 ഉദാഹരണം നൽകിയിട്ടുണ്ട്. രാധ, അബ്ദു. മിനിയുടെ സ്കൂളിന്റെ ചിത്രം നോക്കൂ. ചിത്രത്തിന് നിറം നൽകൂ. കൂട്ടുകാർക്ക് നന്നായി നിറം നൽകാൻ അറിയാമല്ലോ. താഴെ നൽകിയിരിക്കുന്ന ചിത്രം കൂട്ടുകാർ നിറം നൽകി ഭംഗിയാക്കുമല്ലോ. പ്രവർത്തനം 2, ഞങ്ങളുടെ സ്കൂൾ. ചിത്രം കൂട്ടുകാർക്ക് ഇഷ്ടമായോ? ചിത്രത്തിൽ എന്തെല്ലാം കണ്ടെത്തി എഴുതൂ. വലിയ കെട്ടിടം, പൂന്തോട്ടം. ഇനി എന്തെല്ലാമാണ് ചിത്രത്തിൽ കൂട്ടുകാർ കാണുന്നത്? ധാരാളം മരങ്ങളുണ്ട്, ചെറിയൊരു കുളമുണ്ട്, പൂമ്പാറ്റകളുണ്ട്, കളി ഉപകരണങ്ങളുണ്ട്. ചിത്രത്തിലെ കാഴ്ചകൾ ഉൾപ്പെടുത്തി വിവരണം തയ്യാറാക്കുക. കൂട്ടുകാർ ചിത്രത്തിൽ എന്തെല്ലാമാണ് കാണുന്നത്? നമ്മൾക്കൊന്ന് എഴുതി നോക്കിയാലോ. സ്കൂൾ തുറന്നു. മിനിയും കൂട്ടുകാരും പുതിയ സ്കൂളിലേക്കാണ് പോയത്. പുതിയ ഭംഗിയുള്ള സ്കൂൾ അവർക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. പുതിയ കൂട്ടുകാരെ കിട്ടി. സ്കൂളിലേക്ക് കടക്കുമ്പോൾ വലിയൊരു ഗേറ്റുണ്ട്. അതിൽ വലുതായി സ്കൂളിന്റെ പേരെഴുതിയിട്ടുണ്ട്. സ്കൂളിന്റെ തൊട്ടു മുന്നിൽ വലിയൊരു കൊടിമരമുണ്ട്. സ്കൂളിന്റെ മൈതാനിയിൽ വലിയ മരങ്ങളുണ്ട്. മരത്തിലെ പഴങ്ങൾ കൊത്തിത്തിന്നാൻ പാറിപ്പറക്കുന്ന പക്ഷികളുണ്ട്. പൂമ്പാറ്റകളും പൂക്കളും നിറഞ്ഞ പൂന്തോട്ടമുണ്ട്. മൈതാനത്തിന്റെ നടുവിലായി ചെറിയ ഒരു ആമ്പൽക്കുളമുണ്ട്. കുളത്തിൽ നിറയെ മീനുകളുമുണ്ട്. മിനിക്കും കൂട്ടുകാർക്കും വളരെ സന്തോഷമായി. ആക്ടിവിറ്റി 3, ഹൗ മെനി ചിൽഡ്രൻ? എത്ര കൂട്ടുകാർ? കൈരളി ലൈബ്രറി ഗേവ് ഗിഫ്റ്റ് പാക്കറ്റ്സ് ടു ഓൾ ദ ചിൽഡ്രൻ ഇൻ ദ സ്കൂൾ. സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും കൈരളി ലൈബ്രറിയുടെ വക സമ്മാന പൊതികൾ നൽകി. Look at the number of gift packets given to each class. ഓരോ ക്ലാസ്സിലേക്കും നൽകിയ സമ്മാന പൊതികളുടെ എണ്ണം നോക്കൂ. Find the total number of gift packets and complete the table. ആകെ സമ്മാന പൊതികളുടെ എണ്ണം കണ്ടെത്തി താഴെ നൽകിയിരിക്കുന്ന പട്ടിക കൂട്ടുകാരോട് പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഗിഫ്റ്റ് പാക്കറ്റ്സ്, സമ്മാന പൊതികൾ ഏതൊക്കെ തരത്തിലാണുള്ളത്? പാക്ക് ഓഫ് 10 പാക്കറ്റ്സ്, 10 പാക്കറ്റുകളുള്ള ഒരു പാക്ക്. പിന്നെയോ സിംഗിൾ പാക്കറ്റ്, ഒരു പാക്കറ്റും. 1ാം ക്ലാസ്സിൽ എങ്ങനെയാണ് ഗിഫ്റ്റ് കൊടുത്തിരിക്കുന്നത്? പാക്ക് ഓഫ് 10 പാക്കറ്റ്സ് 4ഉം സിംഗിൾ പാക്കറ്റ് 1ഉമാണ്. 10 പാക്കറ്റുകളുള്ള ഒരു പാക്ക് എത്ര എണ്ണമാണ് നൽകിയിരിക്കുന്നത്? 4 എണ്ണം നൽകിയിട്ടുണ്ട്. അതായത് ഒരു പാക്കിൽ 10 എണ്ണമാണെങ്കിൽ 4 പാക്കിൽ എത്ര എണ്ണമാണ് ഉണ്ടാവുക? 10 + 10 + 10 + 10. എത്രയാണ് ആൻസർ? 40. പിന്നെയോ ഒരു സിംഗിൾ പാക്കറ്റുമാണുള്ളത്. 40 + 1. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ്, ക്ലാസ്സിലെ കുട്ടികൾ എത്രയാണുള്ളത്? 41 സ്റ്റുഡൻസ് ആണ്. ഇനി ഇതേപോലെ 2ാം ക്ലാസ്സിൽ എങ്ങനെയാണ് ഗിഫ്റ്റ് പാക്കറ്റ്സ് കൊടുത്തിരിക്കുന്നത്? പാക്ക് ഓഫ് 10 പാക്കറ്റ്സ് 5ഉം സിംഗിൾ പാക്കറ്റ്സ് 1ഉം തന്നെ കൊടുത്തിട്ടുമില്ല. 10 പാക്കറ്റുകളുള്ള ഒരു പാക്ക് 5 എണ്ണമാണ് കൊടുത്തിരിക്കുന്നത്. അതായത് 10 + 10 + 10 + 10 + 10. എത്രയാണ് ആൻസർ വരുന്നത്? 50. പിന്നെയോ സിംഗിൾ പാക്കറ്റ് 1ഉം കൊടുത്തിട്ടുമില്ല. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്രയാണുള്ളത്? 50 സ്റ്റുഡൻസ് ആണ്. ഇനി 3ാം ക്ലാസ്സിൽ എങ്ങനെയാണ് ഗിഫ്റ്റ് പാക്കറ്റ്സ് കൊടുത്തിരിക്കുന്നത്? പാക്ക് ഓഫ് 10 പാക്കറ്റ്സ് 3ഉം സിംഗിൾ പാക്കറ്റ് 8ഉമാണ് കൊടുത്തിരിക്കുന്നത്. അതായത് 10 പാക്കറ്റുകളുള്ള ഒരു പാക്ക് 3 എണ്ണം കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും ഉണ്ടാവുക? 10 + 10 + 10, 30. പിന്നെയോ സിംഗിൾ പാക്കറ്റ് എത്രയാണ് കൊടുത്തിരിക്കുന്നത്? 8. അതായത് 30 + 8 = 38 സ്റ്റുഡൻസ് ആണ് 3ാം ക്ലാസ്സിലുള്ളത്. ഇനി 4ാം ക്ലാസ്സിൽ എങ്ങനെയാണ് ഗിഫ്റ്റ് പാക്കറ്റ്സ് കൊടുത്തിരിക്കുന്നത്? പാക്ക് ഓഫ് 10 പാക്കറ്റ്സ് എത്രയാണ് നൽകിയിരിക്കുന്നത്? 2. പിന്നെയോ സിംഗിൾ പാക്കറ്റ് എത്രയാണ് നൽകിയിരിക്കുന്നത്? 9. അതായത് 10 പാക്കറ്റുകളുള്ള ഒരു പാക്ക് 2 എണ്ണമാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എത്രയാണ് ഉണ്ടാവുക? 10 + 10, 20. പിന്നെയോ സിംഗിൾ പാക്കറ്റ് 9 എണ്ണവും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ
അങ്ങനെയാവുമ്പോൾ 20 + 9 = 29 സ്റ്റുഡൻസ് ആണ് ആകെ 4ാം ക്ലാസ്സിലുള്ളത്. അറേഞ്ച് ആൻഡ് റൈറ്റ് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഫ്രം സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ്. ഇനി നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന കുട്ടികളുടെ എണ്ണത്തെ ചെറിയ സംഖ്യയിൽ നിന്നും വലിയ സംഖ്യയിലേക്ക് എഴുതാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന സംഖ്യയിൽ ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? 29. അതിനടുത്ത വലിയ സംഖ്യ ഏതാണ്? 38. ഇനി അടുത്ത വലിയ സംഖ്യ ഏതാണ്? 41. ഇനി അടുത്ത വലിയ സംഖ്യ ഏതാണ്? 50. പ്രവർത്തനം 4. കഥ കഥ കടങ്കഥ. സമ്മാന പൊതിയിലെ കടങ്കഥാ പുസ്തകം മിനി തുറന്നു നോക്കി. അവൾ കടങ്കഥയ്ക്ക് ഉത്തരം എഴുതി. താഴെ നൽകിയിരിക്കുന്ന കടങ്കഥയ്ക്ക് ഉത്തരം എഴുതൂ. ഒന്നാമത്തേത്, കടകട കുടുകുടു നടുവിലൊരു പാതാളം. എന്താണത്? ആട്ടുകല്ലാണ് അല്ലേ? രണ്ടാമത്തേത്, ആന കേറാമല ആടുകേറാമല 1000 കാന്താരി പൂത്തിറങ്ങി. എന്താണ് ഉത്തരം? നക്ഷത്രങ്ങളാണ് അല്ലേ? മൂന്നാമത്തേത്, അടികാട് നടുമുള്ള് തല പൂവ്. എന്താണ് അതിന്റെ ഉത്തരം? കൈതച്ചക്കയാണ് അല്ലേ? നാലാമത്തെ ചോദ്യം, അമ്പാട്ടെ പട്ടിക്ക് മുമ്പോട്ട് വാല്. എന്താണ് അതിന്റെ ഉത്തരം? ചിരവ. അഞ്ചാമത്തേത്, ആകാശം ഉത്തരമായി വരുന്ന ഒരു കടങ്കഥ കൂട്ടുകാരോട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് നമ്മൾ എഴുതുക? കിടന്നാൽ മീതെ നടന്നാൽ തലയ്ക്ക് മുകളിൽ. ഇനി പ്രവർത്തനം 5, പട്ടണ കാഴ്ചകൾ. മിനിയുടെ ക്ലാസ്സിൽ പട്ടണത്തിൽ നിന്ന് പുതുതായി എത്തിയ കുട്ടിയാണ് റസീന. അവൾ കൂട്ടുകാരോട് പട്ടണത്തിലെ കാഴ്ചകൾ പറഞ്ഞു. എന്തൊക്കെയായിരിക്കും അവൾ പറഞ്ഞിട്ടുണ്ടാവുക? പട്ടണത്തിലെ കാഴ്ചകൾക്ക് ശരി അടയാളം നൽകൂ. പട്ടണത്തിൽ പച്ച വിരിച്ച പാടങ്ങൾ ഉണ്ടാവുമോ? ഇല്ല അല്ലേ? റോഡിൽ നിറയെ വാഹനങ്ങൾ ഉണ്ടാവുമോ? ഉണ്ട്. പിന്നെയോ എല്ലായിടത്തും തിക്കും തിരക്കും. ശരിയാണ് അല്ലേ? പിന്നെയോ തെങ്ങിൻ തോപ്പും വാഴത്തോട്ടങ്ങളും. അത് പട്ടണത്തിലെ കാഴ്ചകളല്ല അല്ലേ? കൂറ്റൻ കെട്ടിടങ്ങൾ, അത് പട്ടണത്തിലെ കാഴ്ചകളാണ്. അതിനു നേരെ ശരി അടയാളം ഇടാം. പിന്നെയോ റോഡരികിൽ സിഗ്നൽ പോസ്റ്റുകൾ, അത് പട്ടണത്തിലെ കാഴ്ചകളാണ്. അതിനു നേരെ ശരി അടയാളം ഇടാം. പിന്നെയോ പാടവരമ്പിൽ നിരന്നു നിൽക്കുന്ന കൊക്കുകൾ, അത് പട്ടണത്തിൽ കാണുന്ന കാഴ്ചകളല്ല അല്ലേ? പിന്നെയോ വീതിയേറിയ റോഡുകൾ, അത് പട്ടണത്തിൽ കാണുന്ന കാഴ്ചകളാണ്. അതിനു നേരെ ശരി അടയാളം ഇടാം. All the best for your exam. Thanks for watching. If you like this video, please do subscribe and share.